ഞാനൊരു ഡോക്ടറായ തന്നെ എനിക്ക് ഇന്ത്യയുടെ പുറത്തും ഇന്ത്യയുടെ അകത്തും ഒത്തിരി ഡോക്ടേഴ്സായിട്ട് എനിക്ക് കോൺടാക്ട്സ് ഉണ്ട്. ഞാൻ പപ്പയുടെ ഒരു ഒപ്പീനിയൻ എടുക്കാത്ത ഡോക്ടേഴ്സ് ഉണ്ടാവില്ല ഫ്രം ദ മേജർ ലീഡിങ് ഗ്യാസ്ട്രോ സെൻറ്റേഴ്സ്. സോ എവരി വൺ ടോൾഡ് ദ സെയിം തിങ്, ഇറ്റ്സ് എ ഹൈ റിസ്കി പ്രൊസീജിയർ, നമുക്ക് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാം. എന്തെങ്കിലും മേജർ ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അപ്പം നമുക്ക് എമർജൻസി, ബിക്കോസ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്, വിൽ ഡു ദറ്റ് പ്രൊസീജിയർ ദെൻ. സോ ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ നല്ല ദൈവവിശ്വാസമുള്ള ആളാണ്, ഞങ്ങളുടെ കുടുംബം നല്ല ദൈവവിശ്വാസമുള്ള ആളാണ്, നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പപ്പയ്ക്ക് എങ്ങനെയോ വിശ്വാസം വന്നിട്ട് പപ്പ പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം. പപ്പയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ആളല്ല, 3 നേരം കഞ്ഞിവെള്ളം മാത്രം കുടിക്കുന്നു, നടക്കാൻ വടി വേണം, അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളാണ്. സോ ഐ തോട്ട് ഞാനും പഠിക്കുന്ന ആളാണ്, എനിവേ ഇറ്റ് വാസ് എക്സാംസ് ഫോർ മീ. സോ ഐ തോട്ട് എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഐ വിൽ കം ആൻഡ് ടേക്ക് ഉടമ്പടി ഹിയർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഫാദറിനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് എനിക്കിത് പറയാൻ